നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്, അതെന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. ഞാൻ പറയട്ടെ, സാധാരണ ഒരു 99% യൂട്യൂബേഴ്സും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതും അവരുടെ ചാനലിന്റെ മോണിറ്റൈസേഷനിലായിരിക്കും. മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ മോണിറ്റൈസേഷൻ നിലനിർത്തുക അല്ലെങ്കിൽ ചാനൽ മോണിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ. അപ്പൊ യൂട്യൂബിന്റെ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് അപ്ഡേറ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആണെങ്കിലും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുക. ഇനി പുതിയൊരു ചാനൽ ഉണ്ടാക്കി അതിൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അവസാനം വരെ കേട്ട് മനസ്സിലാക്കുക. മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലിന്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പഴയ രീതിയിലേക്ക് ആക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഈ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്ന ആ ഒരു സമയത്ത് നമുക്ക് വലിയ രീതിയിലുള്ള നഷ്ടവും സാമ്പത്തികമായിട്ട് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കുക. അതിനുശേഷം അതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം എല്ലാ വീഡിയോയിലും പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, വീഡിയോ ലൈക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ മറക്കാതെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. 1000 ലൈക്ക് ഈ വീഡിയോക്ക് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കറിയാം, യൂട്യൂബിൽ മോണിറ്റൈസ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു 4000 അവേഴ്സിന് വേണ്ടി ശരിക്കും പണിയെടുക്കുന്ന ആളുകളുണ്ട്. അത് രണ്ട് രീതിയിൽ പണിയെടുക്കുന്നവരുണ്ട്. ഒന്ന് ഊടായ്പ വഴി, രണ്ടാമത്തത് ജെനുവിൻ ആയിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു. ഓർഗാനിക് ആയിട്ട് വരുന്ന വ്യൂവിൽ നിന്ന് 4000 അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഈ ഓർഗാനിക് വ്യൂവും ജെനുവിൻ ആയിട്ടുള്ള പബ്ലിക് വാച്ച് അവർ ഉണ്ടാക്കുന്നവർ വളരെ കുറവാണ്. എല്ലാവരും പ്ലാൻ ബിയിലേക്കാണ് പോകുന്നത്. അതായത് ഊടായ്പ എവിടെ ഉണ്ടോ അതിലൂടെ മോണിറ്റൈസ് ചെയ്യാമെന്ന് കരുതുന്നവരുണ്ട്. 4000 അവേഴ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് 4 ദിവസം പോലും വേണ്ട. അങ്ങനെയുള്ള ഒരുപാട് ആളുകളും ഒരുപാട് ഏജൻസികളും ഒരുപാട് ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ പരിപാടി കാണിച്ചാണ് നിങ്ങൾ യൂട്യൂബിൽ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കി വെക്കും. അതായത് യൂട്യൂബിന്റെ മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന അപ്ഡേറ്റിൽ യൂട്യൂബ് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയോ എന്നുള്ളത് YT സ്റ്റുഡിയോയിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ YT സ്റ്റുഡിയോ ലേൺ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ എത്ര വാച്ച് അവറോട് വേണം, എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയമായോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. ഞാൻ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് ഇതിൽ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻസ് ഒന്നും കാണിക്കാത്തത്. നിങ്ങളുടെ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനൽ അല്ല എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ തന്നെ കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ യൂട്യൂബ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇനി മുതൽ നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷന് വേണ്ടിയുള്ള ഒരു വാച്ച് അവർ ഉണ്ടല്ലോ, ആ വാച്ച് അവർ എല്ലാ ആഴ്ചയിലുമായിരിക്കും ഇവിടെ അപ്ഡേറ്റ് ആകുക. അതായത് നമുക്ക് ഈ പബ്ലിക് വാച്ച് അവർ ആണ് ഇവിടെ വേണ്ടത്. ജെനുവിൻ ആയിട്ടുള്ള ഓർഗാനിക് വാച്ച് അവർ ആണ്. നമ്മുടെ ചാനലിന്റെ വാച്ച് അവറും കാര്യങ്ങളും ഒക്കെ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെങ്കിൽ അതായിരിക്കത്തില്ല പബ്ലിക് വാച്ച് അവർ ആയിട്ട് വരുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും തരികിട പരിപാടി കാണിച്ചിട്ട് പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആപ്പിലൂടെ ഒക്കെ വാച്ച് അവർ കയറ്റിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ആ വാച്ച് അവർ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷമേ ഇനിയും പബ്ലിക് വാച്ച് അവർ ആയിട്ട് കാണിക്കത്തുള്ളൂ. അപ്പൊ പൈസ കൊടുത്ത് നിങ്ങൾ മോണിറ്റൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം ഒഴിവായിക്കോളുക. യൂട്യൂബിന് അത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കാലം അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലല്ല പോയത്. അതുകൊണ്ട് കുറേയൊക്കെ ചാനലുകൾ മോണിറ്റൈസ് ആവുകയൊക്കെ ചെയ്തു. പക്ഷെങ്കിൽ ഇനിയും മുമ്പോട്ട് അവർ അത് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കും. അപ്പൊ അങ്ങനെ ഒരു പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഒരു ഏൺ സെക്ഷനിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയയിലേക്ക്, എലിജിബിലിറ്റിയിലേക്ക് ആ ഒരു വാച്ച് അവർ വരത്തില്ല. അത് കട്ട് ഡൗൺ ചെയ്തതിന് ശേഷമേ ഇവിടെ കാണിക്കത്തുള്ളൂ. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് പലരും ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായത്. അതായത് അവരുടെ ഡാഷ്ബോർഡിൽ ഈ പറയുന്ന വാച്ച് അവർ ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ വാച്ച് അവർ ഈ ഏൺ സെക്ഷനിൽ കാണിക്കുന്നില്ല. അതായത് അതിന്റെ കാരണം ഇതാണ്, ഏൺ സെക്ഷനിൽ ഒരാഴ്ചയ്ക്ക് ശേഷമേ അപ്ഡേറ്റ് ആകത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പരിപാടി നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഉടായ്പ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വാച്ച് അവർ ഒക്കെ തന്നെ കട്ട് ചെയ്തതിന് ശേഷമേ ഇനി ഇവിടെ ഡിസ്പ്ലേ ആകത്തുള്ളൂ. അപ്പൊ ഇതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിൽ വെച്ചോടുക. ഇത് പുതിയ ചാനലുകൾ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ പുതിയ ചാനലിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള അപ്ഡേറ്റ് ആണ്. ഇനി പഴയ ചാനലിനും പുതിയ ചാനലിനും ഒരേപോലെ ബാധകമായിട്ടുള്ള രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ 90 ദിവസം വരെ ഡിസേബിൾ ആവും ഈ പറയുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. റീയൂസ്ഡ് കണ്ടന്റിനെ കുറിച്ച് വിശദമായിട്ട് പല വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെങ്കിൽ ഇപ്പൊ എനിക്ക് വരുന്ന മെയിലുകളിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ ഈ റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ട് ചാനലിന്റെ മോണിറ്റൈസേഷൻ പോയി എന്ന് പറഞ്ഞുള്ള മെസ്സേജുകളാണ്. അതായത് മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് ചാനലുകളുടെ മോണിറ്റൈസേഷൻ ഈ റീയൂസ്ഡ് കണ്ടന്റ് കാരണം പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര സബ്സ്ക്രൈബർ ഉള്ള ചാനലാണെങ്കിലും നിങ്ങളുടെ ചാനലിൽ ഒരു കാരണവശാലും റീയൂസ്ഡ് കണ്ടന്റ് വരില്ല. റീയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ 90 ഡേയ്സിലേക്ക് നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ കട്ടാവും. പിന്നെ ആ റീയൂസ്ഡ് കണ്ടന്റ് ഏതാണ് അത് കണ്ടുപിടിച്ച് പിന്നെ ഡിലീറ്റ് ചെയ്യണം, വീണ്ടും അപ്ലൈ ചെയ്യണം. അന്നേരം വീണ്ടും നമ്മുടെ ചാനലിൽ റീയൂസ്ഡ് കണ്ടന്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ അവർ റിജക്ട് ചെയ്യും. അങ്ങനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ചാനൽ പോകും. ഇത് ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലിലും ഈ ഒരു റീയൂസ്ഡ് കണ്ടന്റിന്റെ പ്രശ്നം വരും. പുതിയ ചാനലാണെന്നുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ മോണിറ്റൈസേഷൻ റിജക്ട് ചെയ്യും, റീയൂസ്ഡ് കണ്ടന്റ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഏത് രീതിയിലുള്ള ചാനലാണെങ്കിലും എങ്ങനത്തെ ചാനലാണെങ്കിലും ഒരു കാരണവശാലും റീയൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചാനലിൽ ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ട് ഏകദേശം 1800ഓളം വീഡിയോ ചാനലിലുണ്ട്. റീയൂസ്ഡ് കണ്ടന്റ് വന്ന് മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി. ഈ 1800 വീഡിയോയിൽ നിന്ന് എവിടെ പോയി കണ്ടുപിടിക്കാനാണ് ഏത് വീഡിയോയ്ക്കാണ് റീയൂസ്ഡ് കണ്ടന്റ് വന്നതെന്നുള്ളത്? അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും നമുക്ക്.
ചിലപ്പം നമ്മൾ കുറേ വീഡിയോ 100, 200, 500 വീഡിയോ അത്രയും വീഡിയോകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഈ ഡിലീറ്റ് ചെയ്ത ഒരു വീഡിയോയിലും ആയിരിക്കത്തില്ല റീയൂസ്ഡ് കണ്ടന്റ്, ബാക്കി കിടക്കുന്ന 1000 വീഡിയോയിലായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ മൊത്തം റീച്ച് പോകും, ചാനലിലെ മൊത്തം വീഡിയോകൾ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു ഇഷ്യൂ നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കി നിർത്തുക. നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് എന്താണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഞാൻ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എന്റെ സ്ക്രീനിലോ അല്ലെങ്കിൽ ഐ ബട്ടണിലോ കൊടുത്തേക്കാൻ. നിങ്ങൾ ആ വീഡിയോകളോടൊന്നും മറക്കാതെ കണ്ടു നോക്കുക. അപ്പൊ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ മുമ്പോട്ട് നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ 1000 ലൈക്കിന്റെ ടാർഗറ്റോട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കുക. വീഡിയോ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എടുത്തുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.